ഇതാണ് ഷാൻ തിയേറ്റർ, അത് മോഡേൺ തിയേറ്റർ. ഈ രണ്ട് തിയേറ്ററിൻ്റെയും മൊത്തം നടുക്കായിട്ടാണ് എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മിമിക്രിയിലേക്കുള്ള ഒരു വരുമ്പോൾ ഇത്രയും ഡയലോഗുകൾ പഠിക്കാനോ പിന്നെ ഇത്രയും സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാനും കഴിഞ്ഞത് ശരിക്കും ഇവിടുത്തെ ഒരു താമസമാണ്. കാരണം ഡെയിലി ഒരു 8 ഷോ വീതം എനിക്ക് കേൾക്കാം. അപ്പോൾ ഡയലോഗുകൾ വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ തിയേറ്ററിൽ രണ്ടും ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് സിനിമ കാണാൻ. എനിക്കൊന്ന് ആട്ടക്കലാശമൊക്കെ ഞാനൊരു 25-30 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ പുന്നകൈമന്നൻ, ഇതൊക്കെ സ്ഥിരം തിയേറ്ററിൻ്റെ അകത്ത് തന്നെയാണ്. ഇഷ്ടമുള്ളപ്പോൾ ഓടിയങ്ങ് കയറുക, അവിടെ നിന്ന് സിനിമ കാണുക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോരുക. അത്രയും സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. പണ്ടൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടല്ലോ, ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 50 ദിവസമെങ്കിലും ഓടിയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കടയുണ്ട്, ഈ മറ്റേ ഇതെല്ലാം കൊള്ള മിഠായിയൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും തിരക്ക് വരുമ്പോൾ ഒരു ദിവസം 4 ഷോ ഒന്നുമല്ല 5 ഷോ വരെയൊക്കെ നടന്ന സമയമുണ്ട്. അത്ര ജനങ്ങൾ വന്നിരുന്നിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ഇവിടെ ഓടിയിരുന്ന് കസേര എടുത്തിടുക, ബെഞ്ച് എടുത്തിടുക, ഇവിടെ ടിക്കറ്റ് കയറുക, ആൾക്കാരെ കയറ്റി വിടുക, ഫുൾ പരിപാടികൾ അന്ന് ഞങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിനിമാ തിയേറ്റർ ഉണ്ടായ സമയം മുതൽ ഇവിടെ ഉള്ള ഒരാളാണ് കൊച്ചുണ്ണിച്ചേട്ടൻ. കൊച്ചുണ്ണിച്ചേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്തുക്കാണ്. ഒരുപാട് പേര് ടിക്കറ്റ് കയറിയ ആളാണ്. ടിക്കറ്റ് കയറുന്ന പറഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കയറുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ടിക്കറ്റ് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു തുടക്ക സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ ഒരാളാണ് കൊച്ചുണ്ണിച്ചേട്ടൻ. പലപ്പോഴും വരുമ്പോഴും എവിടെ പോയിരുന്നു, എന്താണ് പ്രോഗ്രാം, അല്ലെ അങ്ങനത്തെ പ്രോഗ്രാം കണ്ടിരുന്നു, സിനിമ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറയാറുണ്ട്. വളരെ നല്ല എൻ്റെ ഒരു സഹൃദയനാണ്. ഇത് കുട്ടപ്പായി. ഇദ്ദേഹം ആർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം ആർക്ക് വേണോ അത് മേടിച്ചു കൊടുക്കുന്ന ആളാണ്. സ്വന്തമായിട്ട് വീടാക്കിയില്ലേ? അല്ല അല്ല എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്നല്ല, സ്വന്തമായിട്ട് ആക്കിയെന്നറിയണ്ടേ. ഇതാണ് വീട്, എൻ്റെ കുടുംബം. ഇതാണ് തിയേറ്റർ. ഒന്ന് ചെവി ഒന്ന് വട്ടം പിടിച്ചാൽ തിയേറ്ററിൻ്റെ അകത്തുള്ള ശബ്ദം കേൾക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഡെയിലി ഇതിപ്പോൾ ഓടുന്ന പടമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ പറഞ്ഞ നസീർ സാറ്, ജയൻ സാറ്, അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടന്, അങ്ങനെ താരങ്ങളുടെ ഒരു സംഭാഷണങ്ങൾ തന്നെ ആയിരിക്കും ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കണില്ലേ? നേരത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടിയാണ്ട് ഇവഴി വേലി പൊളിച്ചിട്ട്, ഇപ്പോഴാണ് മതിലാക്കിയത്, വേലി പൊളിച്ചിട്ട് ഇവിടെയൊക്കെ ഈ സ്ക്രീൻ ഇവിടെയാണ്, ഈ ഭാഗത്താണ്, ഇവിടെയും പൊളിച്ചിട്ട് ബാക്കിൽ നിന്ന് പോയി കാണും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ ഷെൽഫിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് നടികന്മാരിങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് ഒരു വെട്ടം അടിച്ചിട്ട് കാണിക്കുക എന്നൊക്കെയാണ് ആദ്യത്തെ ചിന്ത. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ അകത്ത് നിന്ന് സിനിമ കണ്ടിട്ട് പുറത്ത് വരുമ്പം ഇവിടെ ഉണ്ടാവും അവർ തന്നെ. എൻ്റെ ഈ വീടിരിക്കുന്ന സ്ഥലം, ഈ സ്ഥലത്തിന് എനിക്കൊരു ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആട്ടക്കലാശം എന്ന് പറഞ്ഞ സിനിമ ഓടി. തൊട്ട് താഴെ തിയേറ്ററാണ്, ഗൗരി തിയേറ്റർ എന്നാണ് അതിൻ്റെ പേര്, ഇപ്പോൾ ഷാൻ എന്നാണത്. അപ്പോൾ അന്ന് അവിടെ ആട്ടക്കലാശം ഈ കേരളത്തിൽ 50 ദിവസം ഓടിയ തിയേറ്റർ അതാണ്. അന്ന് സ്റ്റേജ് കിട്ടിയിരുന്നത് ഈ സ്ഥലത്താണ്. അന്ന് ലാലേട്ടന്, കൊച്ചിൻ ഹനീഫ്ക, സുകുമാരി ചേച്ചി അന്നൊക്കെ വന്നിരുന്നു. അന്നൊക്കെ ഞാൻ നിക്കലിട്ട് നടക്കുന്ന പ്രായമാണ്. അന്ന് ലാലേട്ടനെയൊക്കെ ഇവിടെ തന്നെ, ഇതാണ് സ്റ്റേജ് എൻ്റെ അകത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എന്താ പറയുക, തിക്കും തിരക്കുണ്ടാക്കി. ഇത്രയല്ലേ ഉള്ളൂ, എങ്ങനെ തിരികെ കയറിയാലും പിടിച്ച് പുറത്തിറക്കി വിടും. അത്ര ജനസമുദ്രമായിരുന്നു ഇവിടെ. ആ സ്ഥലത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീട് വെച്ചിരിക്കുന്നത്. അതൊരു അവിചാരിതമായിട്ട് വന്നപ്പെട്ടൊരു ഭാഗ്യമാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്തെല്ലാം പണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാനുമായിട്ട് ബന്ധമുള്ള കുറേ സംഭവങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ലാലേട്ടനോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ വാമനൂരം ബസ് റോഡ് എന്ന് പറഞ്ഞ പടത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ പണ്ട് അവിടെ വന്നിട്ടുണ്ട്, അന്ന് ഞാൻ നിൽക്കിട്ട് ലാലേട്ടനെ കാണാൻ വന്നിട്ടുണ്ട്, ആ സ്ഥലത്താണ് ഞാൻ സ്റ്റേജ് കിട്ടിയ സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു. ആണല്ലേ, അത് ശരി, അവിടെയാണ് മോനെ അവിടെ വീട് വെച്ചിരിക്കുന്നത്, ഓക്കെ കളാം എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു. എൻ്റെ അനീഫ്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ വീട് വെച്ചു. ഈ വീടിൻ്റെ പാല് കാച്ചലിന് സുരേഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, സുരേഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഇതിൽ ഓരോ മുറി അല്ലെങ്കിൽ ഓരോ കട്ട അവർക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുന്നത്. അനീഫൊക്കെ പറയുന്നത് വീട് തന്നെ എഴുതി കൊടുക്കേണ്ടി വരും, കാര്യം അത്രയും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. സുരേഷ് ചേട്ടൻ പറഞ്ഞ് അന്ന് വന്ന് പറഞ്ഞ്, ഇതിലെ ഈ കട്ട മുഴുവൻ എനിക്ക് തരേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇനി എൻ്റെ കുടുംബത്തെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഉപ്പ ദന്ത ഡോക്ടറാണ്, PS അസീസ്, വളരെ സീനിയറായിട്ടുള്ള ദന്ത ഡോക്ടറാണ്. എൻ്റെ ഉമ്മച്ചി ഫാത്തിമ, പിന്നെ നാസർ എൻ്റെ മൂത്ത ബ്രദർ സൗദിയിലാണ്, ഇപ്പോൾ ലീവിന് വന്നതേ ഉള്ളൂ. ഇത് എൻ്റെ പെങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ്, അവിടെ LCT ബോർഡിലാണ്. എൻ്റെ കലാജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഉപ്പയാണ്.
ഉപ്പാക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പണ്ട് സത്യമാഷിനോടൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ മനോരമയിലൊക്കെ വീക്കിലിയിൽ ഇപ്പോൾ നമ്മൾ പടങ്ങൾ വരയ്ക്കുകയാണല്ലോ നോവലിന്. പണ്ട് ഫോട്ടോ ആയിരുന്നു, ഇങ്ങനെ ആക്ട് ചെയ്ത് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ആയിരുന്നു. എൻ്റെ ഉപ്പ അങ്ങനെ പണ്ട് ഒരുപാട് നോവലിൻ്റെ ഇതിനു വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് തൊട്ടേ എന്നെ ഇങ്ങനെ സിനിമയിൽ വരുത്തണം, ഇങ്ങനെ കലാകാരനായിട്ട് അറിയപ്പെടണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത്, സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീഷന് പോകാൻ വേണ്ടിയിട്ട് ഉപ്പ രാവിലെ പൈസ തന്നു വിടും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകായിരുന്നു. അന്ന് പോയി വരും. അന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം ഉണ്ടാവും. പിന്നെ അങ്ങനെ ആയി. മേനോൻ സാറിൻ്റെ അടുത്ത് തന്നു, എന്ത് ശേഷം കാഴ്ച എന്ന സിനിമയിലാണ് തോന്നുന്നു. അതിന് ബാലനടനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും കിട്ടിയില്ല. ഞാൻ മേനോൻ സാറിനോടൊക്കെ പറഞ്ഞിരുന്നു. ആണല്ലേ, അത് ശരി എന്നൊക്കെ പറഞ്ഞു സാർ, ഞങ്ങൾ കണ്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന് ഞാൻ തുടക്ക സമയത്ത് പോകുമ്പോൾ ഞങ്ങളിവിടെ കറുകച്ചാൽ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോട്ടയം വില്യംസ്, ഹരിദാസ്, പിന്നെ രാധാകൃഷ്ണൻ, ഞങ്ങളൊരു 4-5 പേര് കൂടിയിട്ടൊരു ട്രൂപ്പുണ്ടായിരുന്നു, കറുകച്ചാൽ വോയിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് അതിന് പ്രോഗ്രാംസൊക്കെ കിട്ടും. വലിയ പൈസയൊന്നുമില്ല, പക്ഷേ കുറച്ച് പൈസയേ ഉള്ളൂ. അതിന് നമ്മുടെ കൂടെ സൗണ്ട് വർക്ക് ചെയ്യുന്നൊരു ടീമുണ്ട്, അവർ ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ വരും. ഓഡിറ്റോറിയം റിഹേഴ്സലിന് ഫ്രീ ആയിട്ട് തരും. അങ്ങനെ പ്രോഗ്രാമിന് പോകും. ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ ഉപ്പ എല്ലാ പ്രോഗ്രാമും ഉണ്ടാവും. ഉപ്പ ഫ്രണ്ടിലെ സീറ്റിലുണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ അല്ലേ, അവരൊക്കെ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ അനാവശ്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഉപ്പ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ. അങ്ങനെ ഞങ്ങളവിടെ പ്ലാൻ ചെയ്തു ഉപ്പായ ഇനി എങ്ങനെ കൊണ്ടുപോകാൻ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പായോട് പറയാം, ശരി ഉപ്പ റെഡിയായിട്ട് നിന്നാൻ പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വണ്ടി എടുത്ത് വിടും. അങ്ങനെ 1-2 സ്ഥലത്ത് കോട്ടയത്തൊക്കെ ഞങ്ങൾ പ്രോഗ്രാം, കോട്ടയത്തു നിന്നൊരു 10-15 കിലോമീറ്റർ ഉള്ളിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രോഗ്രാമിന് പോകുക. അന്ന് ഉപ്പായ കൊണ്ടുപോകാതെ പോയത്. അവിടെ ഞങ്ങൾ പ്രോഗ്രാമിന് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നടന്നു പോകുന്നു. അപ്പോൾ ഞാൻ നല്ല പരിചയമുള്ള ആൾ ബാക്കിൽ നിന്നപ്പോൾ നോക്കി ഉപ്പ ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിയിരിക്കുന്നു. എന്നിട്ട് ഉപ്പായുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ പോയിരിക്കും, പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായങ്ങൾ അറിയും. എന്നിട്ട് വന്ന് എന്നോട് പറയായിരുന്നു, മോനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഉപ്പായുടെ ഒരു പ്രോത്സാഹനമാണ് കലാജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ളൂ എന്ന് തീർച്ചയായിട്ടും. ഇതാണ് എൻ്റെ ഭാര്യ ഹസീന. ചങ്ങനാശ്ശേരിയിലാണ് ഹസീനയുടെ വീട്. പിന്നെ ഈ കല്യാണം ഞങ്ങളുടെ ഒരു പ്രേമം തന്നെയായിരുന്നു, പ്രേമവിവാഹമായിരുന്നു. 5 വർഷത്തെ സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രേമത്തിൻ്റെ ഒടുവിലുള്ള കല്യാണമായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ പുതൂർപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ചന്ദനക്കുടമുണ്ട്, അതായത് 25ഉം 26ഉം എല്ലാ വർഷവും. ഈ പുതൂർപ്പള്ളി ചന്ദനക്കുടം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ചന്ദനക്കുടമാണ്. അന്ന് തന്നെയാണ് തൊട്ടപ്പുറത്ത് കാവിലമ്പലത്തിൽ ഉത്സവം. അപ്പോൾ ഈ അവിടുന്ന് ഈ എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക, ഒത്തിരി ആനയൊക്കെ ആയിട്ട് ഇവിടുന്ന് എഴുന്നള്ളിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള. അവിടെ അപ്പോൾ ഒരു പണ്ട് ഞാൻ കൊച്ചിൻ ഓസ്കറിലൊക്കെ കളിക്കുന്ന സമയത്ത് അവിടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അങ്ങനെ 3 വർഷം അടുപ്പിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ കണ്ട് അങ്ങനെ ഇഷ്ടമായി കാര്യം. പിന്നെ വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിച്ചത് അങ്ങനെയാണ്. അന്ന് പെർഫോം ചെയ്ത് കണ്ടൊക്കെ ഭയങ്കര ഇതായി, ത്രില്ലായി. അങ്ങനെ പെട്ടെന്നോ മനസ്സിലായില്ല, മിമിക്രി കൊണ്ട് പാരയുണ്ട്. പിന്നെ പരിചയപ്പെടാണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു, പിന്നെ അതെ ആ വിളി കുഴപ്പമാണ്. ഫോൺ എനിക്കിപ്പോൾ കാണുന്നത് എന്തോ എനിക്ക് പോലാണ്. ആ ഫോൺ ചെയ്യുന്ന കുറച്ച് ചതികളൊക്കെ. പിന്നെ ഫോൺ ചെയ്ത് എനിക്ക് അങ്ങനെ കാഴ്ചയൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഫോണിൽ കൂടെയുള്ള സംസാരമേ ഉള്ളായിരുന്നു. ഇപ്പം അത് നേരിട്ടായി. എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഈ തൊഴിലിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും, സാധാരണ നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീക്കിലി ആയിട്ടും ചെയ്യുന്നുണ്ട്, ഡെയിലി ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. ഞാൻ പ്രോഗ്രാം ടെലികാസ്റ്റിൻ്റെ അന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്, കണ്ടോ? അപ്പോൾ കണ്ടു. അത് ചിലത് കണ്ട മുഖത്ത് അടിച്ച പോലെ തന്നെ പറയും ഭയങ്കര ബോറായിരുന്നു, കൊള്ളുകയിലായിരുന്നു. ചിലതെന്നാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്നെ വിളിച്ച് പറയാറുണ്ട് നന്നായിരുന്നു. അങ്ങനെ ഒരു നല്ല വിമർശകൻ കൂടെയാണ്. ഇതെല്ലാം എനിക്ക് ഓരോ പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഓരോ അംഗീകാരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ്. കാരണം ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ നേടാൻ പറ്റിയല്ലോ. കാര്യം എന്തെല്ലാം സമ്പത്തൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരങ്ങൾ കാണുന്നതിൻ്റെ ഒരു സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി സാറുമായിട്ട് നേരിട്ട് കാണാനും അദ്ദേഹത്തിന് മുമ്പ് മിമിക്രി കളിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഡൽഹിയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു കേരള സ്കൂളിൻ്റെ. അപ്പോൾ അതിന് സുരേഷ് ഗോപി ചേട്ടനും ഞാൻ, ബിജു മേനൻ, അങ്ങനെ ഞങ്ങൾ കുറേ പേര് കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ സംഘാടകർ പറഞ്ഞു, അവരൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ അത്രയും ലെവലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞിങ്ങനെ പ്രധാനമന്ത്രിയെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അദ്ദേഹം. എന്നിട്ടും ഞങ്ങളെ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് മിമിക്രി ആർട്ടിസ്റ്റാണ് കോട്ടയം നസീർ, അപ്പോൾ ഇമിറ്റേറ്റിംഗ് ലീഡർ കരുണാകരൻ സാറിനെ കാണിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് കാണിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ കാണിച്ചു. അദ്ദേഹം ഒന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചു. ശരിക്കും നമുക്കൊരു എന്താ പറയുക, ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ചിരിക്കുമോ എന്നൊരു തോന്നലില്ലേ, ആ ഒരു ഭാഗ്യം നേരിട്ട് കിട്ടി അദ്ദേഹത്തെ. അന്ന് പത്രത്തിലൊക്കെ ന്യൂസൊക്കെ വന്നിരുന്നു, പ്രധാനമന്ത്രിയെ ചിരിപ്പിച്ചു കോട്ടയം നസീർ എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ സാർ, അദ്ദേഹത്തോടൊപ്പവും ഇതേപോലെ തന്നെ ഇതേ ഡൽഹി സ്കൂളിൻ്റെ തന്നെ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തു. അപ്പോഴും ഈ സംഘാടകർ തന്നെ പറഞ്ഞു നമുക്ക് രാഷ്ട്രപതിയെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ രാഷ്ട്രപതിയോട് അടുത്ത് ഇരുന്ന് മിമിക്രി ചെയ്യാനുള്ള ഭാഗ്യം. അന്ന് നമ്മുടെ നായനാർ സാർ ഉള്ള സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കരുണാകരൻ സാറിനെ കാണിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ ചീകിയിട്ട് ഇങ്ങനെ കേരളമായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു. സാറ് ഭയങ്കര ചിരിയാണ്. ചിരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് രാഷ്ട്രപതി എന്നൊക്കെ വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചിരിക്കില്ലേ, അങ്ങനത്തെ ഒരു ചിരി. അപ്പോൾ എനിക്ക് കാണാം അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് ഇനി ചിരിക്കണോ വേണ്ടയോ, ചിരിച്ചാൽ കുഴപ്പമാകുമോ എന്നൊക്കെ പറഞ്ഞൊരു കൺഫ്യൂഷൻ പോലെ അവർ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഇതൊക്കെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്.